സംരചനാപരമായി അടിയിൽ കിടക്കുന്ന ഏകത. സർവനിയാമകമായ ഒരൊറ്റ സത്യത്തിൽ അഥവാ തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ളൊരു നിലപാട് മതപരമെന്ന് പറയാവുന്ന തരത്തിൽ നമ്മൾ കണ്ടുകഴിഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് തരം ചിന്താപ്രവണതകൾക്ക് നടുവിൽ നിഷ്പക്ഷമായൊരു സ്ഥാനത്ത് നിന്നുകൊണ്ട് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ഓരോ മതസമ്പ്രദായവും മനുഷ്യന് പ്രത്യാശ നൽകുന്ന ഓരോ ഉന്നത മൂല്യത്തെ അതിൻ്റെ ഹൃദയസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്താനാവും. നാം കണ്ട രണ്ട് തരം പ്രവണതകളാകട്ടെ മനുഷ്യരാശിയുടെ ആത്മീയ പുരോഗതിയുടെ ചരിത്രത്തിൽ എവിടെയും സ്ഥാനം പിടിച്ചിട്ടുമുണ്ട്. ഇപ്പറഞ്ഞ ഉന്നത മൂല്യത്തിൻ്റെ പേരിൽ നിഷിദ്ധമെന്ന് വിധിച്ചിട്ടുള്ളതിനെയൊക്കെ സ്വമനസാലെ വേണ്ടെന്ന് വയ്ക്കാനും ചെയ്യേണ്ടതായും സ്വീകാര്യമായും വിധിച്ചിട്ടുള്ളതിനെയൊക്കെ ജീവിതത്തിൽ ആചരിക്കാനും അതാത് മതത്തിലെ വിശ്വാസികൾ തയ്യാറായിരിക്കും. മതവിശ്വാസത്തിന് ചേരാത്തതെന്ന് ഒരു സമ്പ്രദായക്കാർ കരുതുന്നത് മറ്റൊരു കൂട്ടർക്ക് നിഷിദ്ധമായിരിക്കണമെന്നില്ല. പന്നിയിറച്ചി തിന്നുന്നത് മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ്. അതേസമയം മുടി വളർത്തി കെട്ടിവെക്കുന്നതും താടി വളർത്തുന്നതും സിഖുകാർക്ക് ഒരു മതാചാരമാണ്. എന്നാൽ തല മുണ്ടനം ചെയ്യുന്നതായിരിക്കും മറ്റൊരു മതസമ്പ്രദായക്കാർക്ക് വിധിച്ചിട്ടുള്ളത്. ഇങ്ങനെ വിരുദ്ധ സ്വഭാവമുള്ള വിശ്വാസങ്ങളും ആചാരരീതികളും ചരിത്രത്തിലുടനീളം കാണാം. രോഗാണുക്കൾ ഉണ്ടാകുന്നതും അവയെ പ്രതിരോധിക്കുന്ന തരം അണുക്കൾ രൂപം കൊള്ളുന്നതും സാധാരണമാണെന്നുള്ളത് അണുജീവിശാസ്ത്രത്തിന് പരിചയമുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഒരേ ചരിത്ര പശ്ചാത്തലം തന്നെ മതത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്ന വിരുദ്ധ സ്വഭാവമുള്ള ചിന്താധാരകൾ രൂപപ്പെട്ടു വരുന്നതിനിടയാക്കും. ഈ പ്രവണത ശക്തമായി വരുന്നത് എതിർ സ്വഭാവമുള്ള പ്രവണത രൂപം കൊള്ളുന്നതിന് ഇടയാക്കും. വിഗ്രഹ ആരാധകരുടെയും വിഗ്രഹഭഞ്ജകരുടെയും മതപരമായ പ്രവണത അന്യോന്യം ശക്തി പകരുകയേ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ എതിർവശങ്ങളിൽ നിലയുറപ്പിച്ചുകൊണ്ട് സ്വന്തം നിലപാടിനെയും ആചാരരീതികളെയും ഊതിവീർപ്പിച്ച് കാണിച്ചാൽ സംഭവിക്കുന്നത് മതപ്പോരുകൾ ഉണ്ടാവുകയായിരിക്കും. ഇങ്ങനെ പലതരം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിൽ ഒരു പക്ഷത്തിൻ്റെ മഹിമ അതിശയോക്തിപരമായി ഊതിവീർപ്പിക്കുന്നതിനെ ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു വഴി കണ്ടെത്തുകയാണ്. പോങ്ങിയസ് പിലാറ്റ് പറഞ്ഞു, എന്താണോ ഉള്ളത് അതാണ് സത്യം. സത്യം ഒരിക്കലും ഇരുവശങ്ങളോട് കൂടിയതല്ല, മറിച്ച് അതിന് നാനാമുഖങ്ങളാണുള്ളത്. ഈ മുഖങ്ങൾ പ്രധാനമായും 4 മാനങ്ങളോട് കൂടിയതാണെന്ന് കണ്ടെത്താം. ഈ മാനങ്ങളെ ആ സത്യത്തിൽ സംഗതമായി വരുന്ന 4 മാനങ്ങളെന്ന് കരുതാം. എല്ലാ മതഗ്രന്ഥങ്ങളുടെയും ഏതെങ്കിലും വരികളിൽ ഈ 4 പാദങ്ങളെ സൂചിപ്പിക്കുന്ന പരാമർശങ്ങൾ കണ്ടെത്താൻ സാധിക്കും. മതങ്ങളെ താരതമ്യം ചെയ്തു പഠിക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരം പരാമർശങ്ങളുടെ പ്രാധാന്യം വെളിപ്പെടുത്തി കാണിക്കുവാനാകും. ആധുനിക ഭൗതിക ശാസ്ത്രത്തിനും ഇപ്പറഞ്ഞ തരം 4 മാനങ്ങൾ സമ്മതമാണ്. ഭൗതികശാസ്ത്രകാരന്മാർ എല്ലാവരും ഇപ്പോൾ വിശ്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഈ 4 മാനങ്ങൾ വെച്ചുകൊണ്ടാണ്. തത്വശാസ്ത്രത്തിൻ്റെ അന്വേഷണ രംഗത്ത് ഇതേ 4 പാദങ്ങൾ സംഗതമായി വരുന്നു. എല്ലാ മതങ്ങളുടെയും അടിയിൽ മറഞ്ഞു കിടക്കുന്നതും അവയിൽ പൊതുവായുള്ളതുമായ ഈ സംരചനാ രഹസ്യം ശരിയായ തരത്തിൽ വെളിപ്പെടുത്തി തരുവാൻ സാധിക്കുന്നത് ശാസ്ത്രങ്ങളുടെയെല്ലാം ശാസ്ത്രമെന്ന് പറയാവുന്ന പരമ്പൊരുളിനെ സംബന്ധിക്കുന്ന ശാസ്ത്രത്തിന് മാത്രമായിരിക്കും. ഇങ്ങനെ വെളിപ്പെട്ട് കിട്ടുമ്പോഴേ ഒരു മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് എതിർ സ്വഭാവമുള്ള മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരെ സൗഹൃദ മനോഭാവത്തോടു കൂടി നോക്കാനാവൂ. ആനയെ കാണാൻ പോയ അന്ധന്മാരുടെ കഥ പോലെയാണിത്. ആനയെ തപ്പി നോക്കിയപ്പോൾ അവർക്ക് കിട്ടിയ രൂപം തന്നെയാണ് ആനയുടെ രൂപമെന്ന് ഓരോരുത്തരും വാദിച്ചു. ആനയുടെ ആകെ സ്വരൂപം
അവർ കണ്ടെത്തുമ്പോൾ മാത്രമേ ആനയ്ക്ക് ഒരേ ഒരു രൂപമേ ഉള്ളൂവെന്നും അവർ കണ്ട വ്യത്യസ്ത രൂപങ്ങളെല്ലാം അതിൽ തന്നെ ഉൾപ്പെട്ടു പോകുമെന്നും അവർക്ക് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. എല്ലാ മതങ്ങളിലും അന്തർഭവിച്ചിരിക്കുന്നുണ്ട് പരമമായ ആനന്ദം എന്ന നിരപേക്ഷ മൂല്യം. അതിനാകെ കൂടിയൊരു സംരചനാ സ്വരൂപവുമുണ്ട്. ചിലപ്പോൾ അത് വെറുമൊരു രൂപരേഖ എന്ന തരത്തിൽ മാത്രമാവാം. ആ മൂല്യത്തിൻ്റെ സ്വരൂപം എല്ലാ മതങ്ങളിലും കണ്ടെത്തുന്നത് മാത്രമേ മതരംഗത്ത് സുരക്ഷിതത്വം കൈവരുത്തൂ. ഇത്തരമൊരു ഏകാത്മകതാബോധം മാത്രമേ എല്ലാ മതപ്പോരുകളിൽ നിന്നും മനുഷ്യരെ രക്ഷപ്പെടുത്തുകയുള്ളൂ. ഈ മതപ്പോരുകളെല്ലാം ഉണ്ടാകുന്നതാകട്ടെ എല്ലാ മനുഷ്യരിലും പൊതുവായുള്ള ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഉന്നതമായ ചില ആധ്യാത്മിക മൂല്യങ്ങളും. മനുഷ്യർ സ്വഭാവം കൊണ്ട് എത്ര വ്യത്യസ്തരായിരുന്നാലും ഇങ്ങനെ ഒരു സാക്ഷാത്കാരത്തെ സംബന്ധിക്കുന്ന പ്രത്യാശ എല്ലാവർക്കും ഒരുപോലെയുള്ളതാണ്. ഈ പറഞ്ഞതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ നോക്കിയാൽ കാണാം മനുഷ്യവംശത്തിന് ഒരൊറ്റ മതമേ ഉള്ളൂവെന്ന്. നിരപേക്ഷമായ ജീവിതം വഴി സാക്ഷാത്കരിക്കാവുന്ന പരമമായ ആനന്ദമാണ് ആ മതത്തിൻ്റെ സാരം. എല്ലാ മതങ്ങളുടെയും അടിത്തട്ടിലുള്ള അവയുടെ ഏകത ബുദ്ധിയുള്ള എല്ലാ മനുഷ്യർക്കും വെളിപ്പെട്ട് കിട്ടുമ്പോൾ വിശുദ്ധമെന്ന് കരുതപ്പെടുന്ന മതപ്പോരുകൾ പഴഞ്ചനാണെന്നും മനുഷ്യവംശത്തിൻ്റെ മഹിമയ്ക്ക് ഇണങ്ങുന്നതല്ല അത് എന്നും വെളിപ്പെടും. ഈ വർഗത്തെ ജീവശാസ്ത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ചിന്തിക്കുന്ന മൃഗം എന്നർത്ഥം വരുന്ന ഹോമോ സാപ്പിയൻസ് എന്നാണല്ലോ.